ആഗ്രഹങ്ങൾ. നമ്മളെപ്പോലുള്ളവർ അധികം ആഗ്രഹിക്കരുത്, ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല എന്നുള്ള ചിന്തകളാണ് കൂടുതൽ പേർക്കും ഉള്ളത്. പക്ഷേ അങ്ങനെയുള്ളൊരു ചിന്താഗതിയുള്ള ഒരാളായിരുന്നു ഞാനും. കാരണം എനിക്കും ഉണ്ടായിരുന്നു. ഞാനും വിചാരിച്ചു, അയ്യോ ഞാനിങ്ങനെ വീട്ടിലിരിക്കുന്ന ആളല്ലേ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമോ, ഞാൻ വരയ്ക്കുന്ന എന്നെ ആരെങ്കിലും തിരിച്ചറിയുമോ, എന്നെ ആൾക്കാർ എങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെയുള്ള പല ചിന്തകളുള്ളതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങളും അമിതമായിട്ട് ആഗ്രഹിക്കാറില്ലായിരുന്നു. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് നമ്മൾ അമ്മയെ കൊണ്ട് കഴിയുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും ചിന്തിക്കുന്നതും എല്ലാം. എങ്കിൽ പോലും അതൊരു ആഗ്രഹമായിട്ടോ ഒന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷേ പിന്നെ ഞാനത് മനസ്സിലാക്കി, നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവിന് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്ന സ്വപ്നം കാണണം, ആ സ്വപ്നം കാണുന്നതിലൂടെ നമുക്ക് നമ്മുടെ മനസ്സ് തന്നെ ആഗ്രഹിക്കും, അയ്യോ നമുക്ക് അത് നേടണം എന്നൊരു കാര്യം, ആ ഒരിത് നമ്മുടെ മനസ്സിൽ നല്ല രീതിയിൽ പതിയും. അപ്പം നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കും. അപ്പം എന്താ പറയുക, ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് സാമ്പത്തികമായിട്ടായിരിക്കും ചിലപ്പം പിന്നോക്കമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ. അപ്പം നമ്മുടെ പരിമിതിയിൽ നിന്ന് നമുക്ക് എന്തോരം യാത്ര ചെയ്യാനായാലും അതിന്ന് പറ്റുമെന്ന് ഒരുപാട് പേര് തെളിയിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങൾ തനിയെ ഇത്രയും പരിമിതികളുള്ള ആൾക്കാരായിട്ട് പോലും നമ്മളെ സംബന്ധിച്ച് തനിയെ ആരും സഹായവും ഇല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെ നമ്മളിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പം ആരും നമ്മളെ കൊണ്ട് നമുക്കിനി ഈ വീടോടെ ഇരിക്കുന്ന നമ്മളെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നുള്ളൊരു ചിന്ത ഒരിക്കലും ഉണ്ടാവരുത്. നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ളൊരു ചിന്തിച്ചാൽ മതി, നമുക്കത് കഴിഞ്ഞിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കണം നമ്മൾ ഓരോ ദിവസം എണീക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. എങ്കിൽ അത് ഉറപ്പായിട്ട് നടന്നിരിക്കും. താങ്ക് യു.